5ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷിൻ്റെ ആനുവൽ എക്സാം ഈ വർഷത്തെ 2024-25 മാർച്ചിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ ഒരു പാരഗ്രാഫ് റീഡ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൻ്റെ ആൻസേഴ്സ് ഈ പാരഗ്രാഫിൽ ഉണ്ടാവും. ഇതുപോലെ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തന്നിട്ടുള്ളത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദി ഫോളോവിങ് പോയം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ഈ പാരഗ്രാഫ് റീഡ് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറും ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിച്ച് നോക്കുക, അതിൻ്റെ ആൻസർ ഇതിലുണ്ടോ നോക്കുക അത് ചെയ്താൽ മതിയില്ലേ. ഒരു ദി സൺഷൈൻ എന്നുള്ളൊരു പാരഗ്രാഫാണ്. ദി സൺ ഷൈൻസ് ബ്രൈറ്റ് ഇൻ ദി മോർണിംഗ് സ്കൈ. മോർണിംഗ് സ്കൈയിൽ ബ്രൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡസ് ദി സൺ ഷൈൻസ് ഇൻ ദി മോർണിംഗ് സ്കൈ മോർണിംഗ് സ്കൈയിൽ സൺ എന്താണ് ചെയ്യുന്നത് ഹൗ ഡസ് ദി സൺ ഷൈൻ, എങ്ങനെയാണ് ഷൈൻ ചെയ്യുന്നത് ബ്രൈറ്റ്ലി ബ്രൈറ്റ് ആയിട്ടാണ് ഷൈൻ ചെയ്യുന്നത് ബ്രൈറ്റ് ഇൻ ദി മോർണിംഗ് സ്കൈ തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉണ്ടാവും ആൻസർ അപ്പോൾ ക്വസ്റ്റ്യൻ കൂടെ തന്നെ വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദി സൺസ് വാം ടച്ച് മേക്സ് ദി ഫ്ലവേഴ്സിന് എന്താണ് ചെയ്യുന്നത്? സണ്ണിൻ്റെ വാം ടച്ച് മേക്സ് ദി ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്യിക്കുകയാണ് ചെയ്യില്ലേ, വിരിയിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഫ്ലവേഴ്സിൻ്റെത് ഇവിടെ ഉണ്ടാവും. ദി സൺസ് വാം ടച്ച് മേക്ക് ദി ഫ്ലവേഴ്സ് ബ്ലൂം സണ്ണിൻ്റെ ആ വാം ചൂടുള്ള ആ ടച്ച് ഫ്ലവേഴ്സിനെ വിരിയിപ്പിക്കുകയാണ്, ബ്ലൂം ചെയ്യുക ബ്ലൂം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൂ വാംസ് ദി എർത്ത് ആസ് ഇറ്റ് പാസസ് ബൈ. എർത്തിനെ ആരാണ് വാം ചെയ്യിപ്പിക്കുന്നത്, ചൂടാക്കുന്നത്? ഹൂ വാംസ് ദി എർത്ത് ആസ് ഇറ്റ് പാസസ് ബൈ അത് പാസ് ചെയ്യുമ്പോൾ ആരാണ് വാം ചെയ്യിപ്പിക്കുന്നത്? നമ്മുടെ സണ്ണാണല്ലേ. ഓപ്ഷൻ സി സൺ സണ്ണാണ് എർത്തിനെ വാം ചെയ്യിപ്പിക്കുന്നത് ഇവിടെ ഉണ്ട് ആൻഡ് ഇറ്റ് വാംസ് ദി എർത്ത് ആൻഡ് ഇറ്റ് പാസസ് ബൈ ആരാണ്? സണ്ണാണ്. ദി സൺ ഷൈൻ, സണ്ണാണ് ബ്രൈറ്റായിട്ട് ഷൈൻ ചെയ്യുന്നതും ആൻഡ് വാംസ് ദി എർത്ത് ആസ് ഇറ്റ് പാസസ് ബൈ അത് പോകുന്നതനുസരിച്ച് എർത്തിനെ വാം ചെയ്യിക്കുന്നതും ആരാണ്? സണ്ണാണ് അപ്പോൾ സൂര്യനാണ് അതിനെ ചൂടാക്കുന്നത് വാംസ് ദി എർത്ത് ആസ് ഇറ്റ് പാസസ് ബൈ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദി പോയം സേസ് വി ഷുഡ് ഡാഷ് ഓൺ എ സണ്ണി ഡേ. സണ്ണി ഡേയിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഈ പോയത്തിൽ പറയുന്നത്? സ്റ്റേ ഇൻഡോർസ് ആണോ, സ്ലീപ്പാണോ അല്ലെങ്കിൽ ഗോ ഔട്ട് പുറത്തേക്ക് പോകണം ഗോ ഔട്ട് ആൻഡ് എൻജോയ് എന്നല്ലേ ഇതിൽ പറയുന്നത്, ഗോ ഔട്ട് സോ ലെറ്റ്സ് ഗോ ഔട്ട് ആൻഡ് എൻജോയ് ദി ഡേ ഈ ഡേ എൻജോയ് ചെയ്യണം. ഈ സണ്ണി ഡേയിലുള്ളത് നമ്മൾ പുറത്ത് പോയി എൻജോയ് ചെയ്യണം എന്നാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് പോയം സേസ് വി ഷുഡ് ഗോ ഔട്ട് ഓൺ എ സണ്ണി ഡേ സ്റ്റേ ഇൻഡോർസ് അത് നമ്മൾ ഇതിൽ കാണുന്നില്ല സ്ലീപ്പ് അതൊന്നും ഇതിൽ പറയുന്നില്ല ഗോ ഔട്ട് ആൻഡ് എൻജോയ് ദി ഡേ എന്നാണ് ഇതിൽ പറയുന്നത് ഈ കവിതയിൽ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ഗോ ഔട്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദി സൺ ബ്രിങ് ടു ദി എർത്ത്. വാട്ട് ഡസ് ദി സൺ ബ്രിങ് ടു ദി എർത്ത് എർത്തിന് എന്താണ് കൊണ്ടുവന്നത്? സൺ എന്താണ് ചെയ്യുന്നത്? വാംത്ത് ആൻഡ് ലൈറ്റ് ഓപ്ഷൻ സി വാം ചൂടും വെളിച്ചവും എർത്തിന് കൊണ്ടുവരുന്നത്. സണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? സണ്ണ് എന്താണ്? ഹെവി റെയിൻ ആണോ കൊണ്ടുവരിക? അല്ല. കോൾഡ് വിൻഡ് തണുത്ത കാറ്റാണോ കൊണ്ടുവരിക? അല്ല. ഡാർക്ക്നെസ്സും അല്ല. സണ്ണ് എന്ന് പറഞ്ഞാൽ തിളങ്ങല്ല ചെയ്യുക വെളിച്ചമാണ് കൊണ്ടുവരിക സൂര്യൻ നമുക്ക് പ്രകാശമാണ് തരിക വാം ആൻഡ് ലൈറ്റാണ്. അപ്പോൾ അതും ഇത് പോയത്തിലുണ്ട്. ത്തിൽ പറയുന്നുണ്ട് ബ്രിങ് ലൈറ്റ് ടു ദി വേൾഡിലേക്ക് ലൈറ്റ് തരുന്നതും അതുപോലെ വാം ചൂട് തരുന്നതൊക്കെ സണ്ണാണ് സൺഷൈൻ സണ്ണിനെ കുറിച്ചിട്ട് പറയുന്നത് അതൊക്കെയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 പ്രൊഫൈൽ. റീഡ് ദി ഫോളോവിങ് ഹിൻസ് റിലേറ്റഡ് ടു കൽപ്പന ചൗള, പ്രിപ്പയർ ഹെർ പ്രൊഫൈൽ. കൽപ്പന ചൗളൻ്റെ പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ തയ്യാറാക്കാനുള്ളത് എന്താണ്? ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന തരത്തിലെ പ്രൊഫൈലിൽ നമ്മൾ ഈ കണക്ഷനിലെ ഹിൻസ് എല്ലാം തന്നിട്ടുണ്ട്. ഇതെങ്ങനെ കണക്ട് ചെയ്യണം? കൽപ്പന ചൗളയുടെ പ്രൊഫൈലിലെ ഹിൻസ് തന്നതെല്ലാം കണക്ട് ചെയ്താൽ മതി ഒരു ഡേറ്റിൻ്റെ മുന്നേ ഓണാണോ അറ്റാണോ അപ്പോൾ ഇന്നാണോ എന്തൊക്കെ ചേർക്കണം അതെല്ലാം കണക്ട് ചെയ്തിട്ട് നമുക്ക് ഏതൊരു പ്രൊഫൈൽ ചോദിച്ചാലും എഴുതാൻ കഴിയണം. ആദ്യം നമുക്ക് എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് നോക്കാം, എന്നിട്ട് ഈ പ്രൊഫൈലൊന്ന് നോക്കാം. ഏതൊരു പ്രൊഫൈലിൽ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയാനുള്ള ഒരു ഹിൻസാണ് ഞാനിവിടെ തന്നത് എന്ത് ചോദിച്ചാലും അവിടെ ഹിൻസ് തന്നിട്ടുണ്ടാകും. അത് ജോയിൻ ചെയ്യാൻ ഇന്നാണോ അറ്റാണോ എന്ന് അറിഞ്ഞിരുന്നാൽ അതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നിങ്ങൾക്ക് ഏതൊരാളത് ചോദിച്ചാലും എഴുതാൻ കഴിയും. അപ്പോൾ ആദ്യം പ്രൊഫൈലിൻ്റെ ഹെഡിങ് പ്രൊഫൈൽ എന്ന് കൊടുക്കണം. പ്രൊഫൈൽ എഴുതാനാണ് ചോദിച്ചത് അപ്പോൾ ഒരു ഹെഡിങ് നെയിം ഓഫ് ദി പേഴ്സൺ ആ പേഴ്സൻ്റെ ഹെലൻ കെല്ലറിൻ്റെ അതാണെങ്കിൽ ഹെലൻ കെല്ലർ എന്ന് ഹെഡ്ലൈൻ കൊടുക്കുക മദർ തെരേസ ആണെങ്കിൽ മദർ തെരേസ എന്ന് ഹെഡിങ് കൊടുക്കുക ആരുടേതാണോ നമ്മൾ പ്രൊഫൈൽ എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ പേര് ഹെഡ്ലൈൻ ആയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് ബോൺ തന്നിട്ടുണ്ടാവില്ലേ, ബർത്ത് ഡേറ്റ് തന്നിട്ടുണ്ടാവില്ലേ, വാസ് ബോൺ ഓൺലേ ഒരാൾ മരിച്ച ഒരാളാണെങ്കിൽ വാസ് ആണ് കൊടുക്കേണ്ടത് കഴിഞ്ഞു പോയ കാര്യമാണ് അത് അദ്ദേഹം ജനിച്ചിരുന്നത്. ബോൺ ഓൺ ആണോ ഇന്നാണോ കൊടുക്കേണ്ടത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഓൺ കൊടുക്കണമെങ്കിൽ 12 ജൂൺ 1992 ഡേറ്റും വർഷവും എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുന്നേ ഓൺ കൊടുക്കാം.
ഒരു ഇയർ, ഒരു വർഷം മാത്രമാണ് തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കൊടുക്കാം. ഇൻ 1992 അല്ലേ, ഒരു വർഷം മാത്രമാണെങ്കിൽ ഇവിടെ ഡേറ്റ് എല്ലാം ഉണ്ടല്ലേ, ഇങ്ങനെ എല്ലാം 3 തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഓണാണ്, ഓൺ 12 അല്ലേ, ഇൻ 1992 അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതുപോലെ പ്ലേസ്, ഒരു സ്ഥലത്തിൻ്റെ മുന്നേ അറ്റും ഇന്നും ആണ് ചേർക്കേണ്ടത്. അറ്റ് തൃശ്ശൂർ ഇൻ കേരള അല്ലെ, ഒരു വലിയ സ്ഥലം, ഇൻ കേരള, ഇൻ ഇന്ത്യ അല്ലെ, നമ്മുടെ കൺട്രീസോ അങ്ങനത്തെ ആണെങ്കിൽ ഇൻ കേരള അല്ലെ, വലിയ സ്റ്റേറ്റ് പ്ലേസിൻ്റെ മുന്നിൽ ഇന്നാണ് ചേർക്കേണ്ടത്. നമ്മുടെ ചെറിയ പ്ലേസിൻ്റെ മുന്നിൽ അറ്റ് തൃശ്ശൂർ എന്നാണ് അല്ലെ, ചെറിയ പ്ലേസിൻ്റെ മുന്നിൽ അറ്റില്ല, അറ്റ് തൃശ്ശൂർ അല്ലെ. രണ്ടാമത്തെ പ്ലേസ്, വലിയ പ്ലേസിൻ്റെ മുന്നിൽ ഇൻ കേരള അല്ലെ, അങ്ങനെയാണ് പ്ലേസിൻ്റെ മുന്നേ ചേർക്കേണ്ടത് അല്ലെ. പ്ലേസും കാര്യങ്ങളും ഡേറ്റൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അത് വെച്ചാണ് പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടത്. അതുപോലെ എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം ABC കോളേജ് അറ്റ് തൃശ്ശൂർ ഇൻ കേരള അല്ലേ, ഇൻ കേരള അല്ലേ, അറ്റ് തൃശ്ശൂർ അല്ലേ. ചെറിയ പ്ലേസിൻ്റെ മുന്നിൽ അറ്റും വലിയ സ്ഥലത്തിൻ്റെ മുന്നിൽ ഇന്നും, ഏതെങ്കിലും ഒരു കോളേജിൽ, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഞാനവിടെ ABC എന്ന് പേര് വിളിച്ചതാണ്. ഏത് കോളേജിൽ നിന്നാണ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത്, അതാ ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ, അവൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഫ്രം എവിടെ നിന്നാണെന്നുള്ളത് ക്വസ്റ്റ്യനിലുണ്ടാവും. വർക്ക്സ് അല്ലേ, ഹിസ് ഫേമസ് വർക്ക്സ് ആർ അല്ലേ, ഏതൊക്കെ വർക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ അല്ലേ, അത് ക്വസ്റ്റ്യനിലുണ്ടാവും. അപ്പോൾ ആ വർക്കിൻ്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, ഹിസ് ഫേമസ് വർക്ക്സ് ആർ അല്ലേ, ഏതൊക്കെയാണ് എന്ന് മുന്നിൽ കൊടുത്തിട്ട് ആ വർക്കുകളെല്ലാം എഴുതുക. അവാർഡ്സ് ഏതൊക്കെയാണ് അല്ലേ, ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ലൈക്ക് ഓർ ഇൻക്ലൂഡിങ് അല്ലേ, അല്ലെ ഈ 3 അവാർഡ്സ് അദ്ദേഹത്തിന് റിസീവ് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ലൈക്ക് അല്ലേ, ഏതൊക്കെയാണെന്ന് അല്ലെ, ഇൻക്ലൂഡിങ് അല്ലേ, ഏതൊക്കെയാണ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു വാക്ക് കൊടുത്തിട്ട് ലൈക്ക് ഏതൊക്കെയാണ് അവാർഡ്സിൻ്റെ പേരുകളൊക്കെ എഴുതുക, അത് ക്വസ്റ്റ്യനിലുണ്ടാവും. അതിന് മുന്നേ നിങ്ങൾ ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ലൈക്ക് എന്ന് ചേർക്കുക. ഡെത്ത് തന്നിട്ടുണ്ടാവും, ഹി ഡൈഡ് ഓൺ 13 ജൂലൈ 2022 അല്ലെ, ഹി ഡൈഡ് ഇൻ ഇയർ മാത്രമാണെങ്കിൽ ഇന്ന് ചേർക്കുക അല്ലെ, ഇവിടെ പറഞ്ഞതുപോലെ ഇയർ മാത്രമാണെങ്കിൽ ഇൻ 2022 അല്ലെ. അതിന് മുന്നേ 13 ജൂലൈ എന്നുള്ളൊക്കെ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഓൺ ചേർക്കുക അല്ലെ. ഹി ഡൈഡ് അല്ലേ, മരിച്ചു കഴിഞ്ഞു അല്ലേ, ഹി ഡൈഡ്. അപ്പോൾ ഡെത്ത് തന്നിട്ടുണ്ടാവും, ഡേറ്റ് മാത്രമാണ് ഉണ്ടാവുക. ഡേറ്റ് വർഷം മാത്രമാണ് തന്നതെങ്കിൽ ഇന്ന് ചേർക്കുക. മൊത്തത്തിലുള്ള ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഹി ഡൈഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ആ ഡേറ്റ് എഴുതുക. അപ്പോൾ ഏതൊരു വ്യക്തിയുടേത് ചോദിച്ചാലും നിങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് എഴുതിയാൽ മതി. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഹിൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും അല്ലേ, അതൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഏതൊരു വ്യക്തിയുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് തയ്യാറാക്കാം. നമ്മൾ ഏതൊരു പ്രൊഫൈൽ ചോദിച്ചാലും അതിൻ്റെ മുന്നേ അല്ലേ, ഓരോ ഡേറ്റിൻ്റെ മുന്നേ ഇന്നാണോ ഓണാണോ ചേർക്കേണ്ടത് അല്ലേ. ഓരോന്ന് കിട്ടിയാൽ ഇതെല്ലാം തന്നിട്ടുണ്ടല്ലേ, ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മുന്നല്ലേ, എഡ്യൂക്കേഷൻ്റെ മുന്നേ എന്ത് ചേർക്കണം അല്ലേ, പേരൻസ് ആരൊക്കെയാണല്ലേ, ഓരോന്നും തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ തന്നിട്ടുണ്ട്, ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്താൽ ഒരു പാരഗ്രാഫ് എഴുതിയാൽ പ്രൊഫൈലായി. ഞാനിപ്പോൾ കാണിച്ച വീഡിയോ അല്ലേ, പ്രൊഫൈലിൻ്റെത് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോത്തത് തന്നെയാണ്. അതുപോലെ കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് ഇല്ലേ പ്രൊഫൈൽ ഉണ്ടാക്കുന്നതുണ്ട്. അതുപോലെ പ്രൊഫൈലിൽ നിന്നും എങ്ങനെ ഹിൻസ് ഇല്ലേ ഇതുപോലെ വേർതിരിച്ച് എഴുതാം എന്നുള്ളതുണ്ട്. ഓരോ ആക്ടിവിറ്റീസ് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസും ചെയ്തതാണ്. നോട്ടീസ് ഉണ്ടാക്കുന്നത്, ലെറ്റർ, ഡയറി എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ അല്ലേ ക്ലാസ് 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലേ, ക്ലാസ് 5 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ആരുടെ പ്രൊഫൈലാണോ എഴുതുന്നത് അത് ഹെഡ്ലൈൻ ആയിട്ട് കൊടുക്കുക അല്ലെ. കൽപ്പന ചൗള വാസ് ഇന്ത്യാസ് ഫസ്റ്റ് വുമൺ ഇൻ സ്പേസ് അല്ലേ, ഫസ്റ്റ് വുമൺ സ്പേസിൽ പോയ ഫസ്റ്റ് വുമൺ ആയിരുന്നു. ബോൺ ഓൺ മാർച്ച് 17, 1962 ഇൻ കർണാൽ അല്ലേ, കർണാലിൻ്റെ മുന്നേ അല്ലേ, വലിയ സ്ഥലത്തിൻ്റെ മുന്നേ എന്താണ് ഇന്ന് ചേർക്കുക അല്ലേ. ഓൺ മാർച്ച് 17 അല്ലേ, മാർച്ച് 17 ബോൺ ചെയ്തു അല്ലേ, അതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. She was an accomplished aerospace engineer and astronaut at NASA. A bright and intelligent student, Kalpana earned her bachelor degree in aeronautical engineering from Punjab Engineering College. ഇതൊക്കെ അതിൽ തന്നിട്ടുണ്ട് അല്ലേ, അത് നമ്മളൊന്ന് കണക്ട് ചെയ്താൽ മതി അല്ലേ. ഹെർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ചേർത്തുക അല്ലേ, ഇൻ എയറോനോട്ടിക് എഞ്ചിനീയറിലാണ് ബാച്ചിലർ ഡിഗ്രി എടുത്തത് അല്ലേ, ചെയ്തത് എവിടെ നിന്നാണ്, ഫ്രം പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ്. ഷീ എംബാർക്ക്ഡ് ഓൺ ഹെർ ഫസ്റ്റ് സ്പേസ് മിഷൻ ഇൻ 1997 അല്ലേ, ഒരു വർഷത്തിൻ്റെ മുന്നേ ഇന്ന് ചേർക്കുക അല്ലേ. ഇതും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ. അവാർഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ കൽപ്പന റിസീവ്ഡ് സെവറൽ അവാർഡ്സ് അല്ലേ, സെവറൽ പ്രസ്റ്റീജിയൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇൻക്ലൂഡിങ് ഏതൊക്കെയാണ്, ഏതൊക്കെ മെഡലാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ. ഇൻക്ലൂഡിങ് ദി കോൺഗ്രഷണൽ സ്പേസ് മെഡൽ അല്ലേ, സ്പേസ് മെഡൽ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞിട്ട് ആ മെഡലിൻ്റെ പേരൊക്കെ ക്വസ്റ്റ്യനിലുണ്ടല്ലേ. അപ്പോൾ ഏതൊക്കെയാണല്ലേ ഇങ്ങനത്തെ അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് അത് എഴുതുക അല്ലേ. Then sadly her life was cut short when she passed away on February 1, 2003. 2003 ഫെബ്രുവരിയിലാണ് മരിച്ചതില്ലേ. ഷീ പാസ്ഡ് അവേ അല്ലേ, മരിച്ചു എന്നുള്ളത് പാസ്ഡ് അവേ അല്ലേ, ഷീ ഡൈഡ് ഓൺ അല്ലേ, അങ്ങനെ പറഞ്ഞിട്ടും കൊടുക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ഹിൻസ് വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഇന്നും ഓണും അറ്റൊക്കെ ചേർക്കുന്നത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് അതൊന്ന് കണക്ട് ചെയ്താൽ പ്രൊഫൈലായി. ഇത് അവാർഡ്സ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അവാർഡ്സ് ഇൻക്ലൂഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ അവാർഡ്സ് ഒക്കെ എഴുതുക അല്ലേ. ഡെത്ത് എന്നാണെന്ന് തന്നിട്ടുണ്ട്, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗോ ടു സ്പേസ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ, ബർത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്യുക. എഡ്യൂക്കേഷൻ എവിടെ നിന്നാണെന്നില്ലേ, കാരിയർ ഏതാണ്, ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണക്ട് ചെയ്തിട്ട് എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ഡയറി.
പാറു വാസ് വെരി ഹാപ്പി ടു വിസിറ്റ് ദി പാഡി ഫീൽഡ് വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. അല്ലേ, പാറു എന്താണ് അവളുടെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ പാഡി ഫീൽഡ് നെൽപ്പാടം വിസിറ്റ് ചെയ്യുന്നതിൽ വളരെ സന്തോഷിച്ചിരുന്നു. അല്ലേ, വെരി ഹാപ്പി ആയിരുന്നു. ഷീ എൻജോയ്ഡ് ദി വാം ബ്രീസ് ഇൻ ദി ഫീൽഡ് ആൻഡ് ജോയിൻ ദി ഫാമേഴ്സ് ഇൻ ദർ വർക്ക്. അവളെന്തായിരുന്നു, ആ വാം ബ്രീസ്, ആ ഫീൽഡിലുള്ള വയലിലുള്ള ആ തണുത്ത കാറ്റ്, അല്ലേ, ആ വാം ബ്രീസിൽ ആ ചൂടുള്ള കാറ്റ് അവൾ എൻജോയ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഫാമേഴ്സിൻ്റെ വർക്കിൽ അവർ ജോയിൻ ചെയ്തിരുന്നു. അല്ലേ, കർഷകർ പണിയെടുക്കുന്നതിൻ്റെ കൂടെ അവളും ജോയിൻ ചെയ്തിരുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ ഫോർ ഹർ. അവൾക്ക് അതൊരു വണ്ടർഫുൾ ഡേ ആയിരുന്നു. ഷീ ബ്രോട്ട് എ ഡയറി. അന്നത്തെ ദിവസം അവൾ എന്താണ്, ഒരു ഡയറി എഴുതി. റൈറ്റ് ദി ഡയറി എൻട്രി ഓഫ് പാറു. അല്ലേ, ആ പാറു അന്നത്തെ ദിവസം എഴുതിയ ഡയറി എഴുതാനാണ് പറഞ്ഞത്. ഡയറി എഴുതുമ്പോൾ ഡേയും ഡേറ്റും ഒക്കെ എഴുതണം. അല്ലേ, March 18, 2025 മൺഡേ. അല്ലേ, ഇന്നത്തെ ദിവസം ആ ഡേ ഏതാണെന്നുള്ളത് എഴുതണം. നെക്സ്റ്റ് ടുഡേ വാസ് എൻ അമേസിംഗ് ഡേ. അല്ലേ, ഇന്നെന്താണ്, നല്ല അമേസിംഗ് ഡേ ആയിരുന്നു. അല്ലേ, ഇന്നൊരു സാഡ് ഡേ ആയിരുന്നു. അല്ലേ, ഹാപ്പി ഡേ ആയിരുന്നു. എന്താണെന്നുള്ളത് ഫസ്റ്റ് നമ്മുടെ ഫീലിങ്സ് ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതേണ്ടത്. അല്ലേ, ഐ വിസിറ്റഡ് ദി പാഡി ഫീൽഡ് വിത്ത് മൈ ഗ്രാൻഡ് മദർ. അല്ലേ, ഞാൻ പാഡി ഫീൽഡ് നെൽവയൽ വിസിറ്റ് ചെയ്തു വിത്ത് മൈ ഗ്രാൻഡ് മദറിനൊപ്പം. ആൻഡ് ഐ ആം സ്റ്റിൽ ബീമിങ് വിത്ത് ജോയ്. അല്ലേ, ഇപ്പോൾ ഞാൻ ആ ജോയിൽ, ആ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അല്ലേ, ഐ ലവ് ഫീലിംഗ് ദി വാം ബ്രീസ് ഓൺ മൈ ഫേസ് ആസ് വി വാക്ക്ഡ് ത്രൂ ദി ഫീൽഡ്സ്. അല്ലേ, ഞാൻ എന്ത് ഇഷ്ടപ്പെടുന്നു, ഫീലിംഗ് ദി വാം ബ്രീസിലെ ആ ചൂടുള്ള കാറ്റിലെ ബ്രീസ് ഓൺ മൈ ഫേസ്, എൻ്റെ ഫേസിലടിച്ച, ആസ് വി വാക്ക്ഡ് ത്രൂ ദി ഫീൽഡ്സിലെ ഫീൽഡ് പാടങ്ങളിലൂടെ നടക്കുമ്പോൾ എൻ്റെ മുഖത്തടിച്ചല്ലേ, മുഖത്ത് വീശിയ ആ വാം ബ്രീസ് ഞാൻ ഇഷ്ടപ്പെടുന്നു. അല്ലേ, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ, നമുക്കറിയാം പാറുവിൻ്റെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലേ. അതിലെന്തൊക്കെയാണ് അവളുടെ ഫീലിങ്സ് ഉൾപ്പെടുത്തി അന്നത്തെ ദിവസത്തെ ഡയറിയാണ് എഴുതേണ്ടത്. ആൻഡ് വാട്ട് മെയ്ഡ് ഇറ്റ് ഈവൻ മോർ സ്പെഷ്യൽ വാസ് ഗെറ്റിംഗ് ടു ജോയിൻ ദി ആക്റ്റീവ് ഫാമേഴ്സ് ഇൻ ദർ വർക്ക്. അല്ലേ, ഫാമേഴ്സിൻ്റെ കൂടെ ആക്റ്റീവ്, അല്ലെ, ആ ഫാമേഴ്സിൻ്റെ കൂടെ അവരുടെ വർക്കിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെ എന്നെ കൂടുതൽ സ്പെഷ്യലാക്കുന്നത്. അതിനെ മോർ സ്പെഷ്യലാക്കുന്നത് വാസ് ഗെറ്റിംഗ് ടു ജോയിൻ ദി ആക്റ്റീവ് ഫാമേഴ്സ് ഇൻ ദർ വർക്കിൽ, അവരുടെ വർക്കിൽ, ഫാമേഴ്സിൻ്റെ വർക്കിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു, അല്ലേ, പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇറ്റ് വാസ് സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർക്ക് അത്ര ഇഷ്ടമാണല്ലേ ഫാമേഴ്സിൻ്റെ കൂടെ ജോലി ചെയ്തതും ആ ഫീൽഡിൽ പോയതും, അല്ലെ, ആ കാറ്റടിച്ചതും എല്ലാം അവർക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഫീലിങ്സ് ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എഴുതേണ്ടത്. ഇറ്റ്സ് ഡേ ലൈക്ക് ദീസ് ദാറ്റ് ഐ വിൽ ആൾവേസ് ട്രഷർ. അല്ലേ, ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഐ തറോലി എൻജോയ്ഡ് എവറി മൂമെൻറ്റ് ഓഫ് ഇറ്റ്. അല്ലേ, ഞാനത് എവറി മൂമെൻറ്റ് ഓഫ് ഇറ്റ്, അല്ലേ, അതിലെ ഓരോ മൂമെൻറ്റും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു, ആസ്വദിച്ചു. അപ്പോൾ ആ ഒരു ഫീലിംഗ്, അല്ലേ, ഇന്നത്തെ ആ ഒരു ഫീലിംഗ് ഉൾപ്പെടുത്തിയിട്ട് ഞാനതെല്ലാം ഇഷ്ടപ്പെട്ടു. അല്ലേ, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അന്നത്തെ ദിവസത്തെ ഡയറി നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതുപോലെ ഡയറിയോ ലെറ്ററോ അല്ലെ നോട്ടീസോ ഒക്കെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഷുവർ ആയിരിക്കും. ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളുണ്ട്, എക്സാം കഴിഞ്ഞവരുണ്ട്. ആ കഴിഞ്ഞവരുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഇതേപോലത്തെ മോഡലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക, ഇതേ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. അപ്പോൾ ഇതുപോലെ ഫോർമാറ്റുകളൊക്കെ പഠിച്ച് വെക്കുക. ഡയറി, ലെറ്റർ, നോട്ടീസിലെ അതിൻ്റെ ഒക്കെ ഫോർമാറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് ആക്ടിവിറ്റി ഫോർ നോട്ടീസ്. യുവർ സ്കൂൾ ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻറ്റ്. നിങ്ങളുടെ സ്കൂൾ എന്താണ് ഒരു ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യാനില്ലേ, നടത്താൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്യാണ്, തീരുമാനിക്കുകയാണ്. ദി ഇനാഗുറൽ ഫംഗ്ഷൻ വാസ് ഷെഡ്യൂൾഡ് ടു ബി ഹെൽഡ് ഓൺ April 1, 2025 അല്ലേ, 2025 April 1 അത് ഷെഡ്യൂൾ ചെയ്യുക, ഇനാഗുറേഷൻ ഫംഗ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദി ഇനാഗുറൽ ഫംഗ്ഷൻ. ആ ഇനാഗുറൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു നോട്ടീസ് ഉണ്ടാക്കാനാണ്. എന്താണ് നോട്ടീസിലെ ഈ ഒരു പരിപാടി നടത്തുന്നുണ്ടെന്ന് ആൾക്കാരെ അറിയിക്കാനുള്ള ആ ഒരു പേപ്പറിൽ അറിയിക്കാനുള്ള അറിയിപ്പാണ് നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, ഇന്ന ഡേറ്റിൽ ഇന്ന സ്ഥലത്ത് അല്ലെ, എല്ലാം നമ്മൾ ആൾക്കാരെ അറിയിക്കണം. അതായിരിക്കണം ഒരു നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിൻസ്, വെന്യൂ, ഡേറ്റ്, ടൈം, വെൽക്കം സ്പീച്ച്, ഇനാഗുറൽ സ്പീച്ച്, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ് അല്ലേ, ഇതൊക്കെ ആരാണെന്ന് നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. അങ്ങനെയാണ് നോട്ടീസ് അടിക്കേണ്ടത്. അപ്പോൾ നോട്ടീസിൽ നമുക്ക് എന്താണ് ഇനാഗുറൽ ഫംഗ്ഷൻ ആണ് അല്ലേ, അതാണ് സബ്ജക്റ്റ്. ഇനാഗുറൽ ഫംഗ്ഷൻ ആണ്, ഇൻ്റർ സ്കൂൾ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻ്റ് ആണ് അല്ലെ, ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻ്റ് ആണ് ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് അല്ലെ, അതിൻ്റെ ഇനാഗുറൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഒരു ഹെഡ്ലൈൻ ആയിട്ട് അത് കൊടുക്കുക. We are pleased to announce that our school will be hosting an inter-school basketball tournament. അല്ലെ, വി ആർ പ്ലീസ്ഡ് ടു അനൗൺസ് ദാറ്റ് അല്ലെ, വി ആർ ഡിസൈഡഡ് ടു കണ്ടക്ട് അല്ലേ, നമ്മളൊരു ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ അത് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂൾ അനൗൺസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ദി ഇനാഗുറൽ ഫംഗ്ഷൻ വിൽ ബി ഹെൽഡ് ആസ് ഫോളോസ് അല്ലെ, ഇനാഗുറൽ ഫംഗ്ഷൻ അതിൻ്റെ ഇനാഗുറേഷൻ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ഡേറ്റിൽ April 1, 2025 ടൈം ഏതെങ്കിലും ഒരു ടൈം കൊടുക്കുക. വെന്യൂ സ്കൂൾ ബാസ്ക്കറ്റ്ബോൾ കോർട്ട് എന്നാണ് ആ സ്ഥലം, എവിടെ നിന്നാണ് നടക്കുന്നത് ഇനാഗുറേഷൻ, അതിൻ്റെ ഇനാഗുറേഷൻ നടക്കുന്ന വെന്യൂലെ പ്ലേസ് എവിടെ നിന്നാണെന്നൊക്കെ എഴുതിയിട്ടാണ് ആ നോട്ടീസിൽ. എന്നാലും ആളുകൾക്ക് ഈ സ്ഥലത്ത് ഈ ടൈമിന് ആ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഡേറ്റും ടൈമും എന്തായാലും കൊടുക്കണം. അതുപോലെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പ്രോഗ്രാമാണല്ലേ, വെൽക്കം സ്പീച്ച് ആരാണ്, പ്രിൻസിപ്പൾ അല്ലേ, ഇനാഗുറൽ സ്പീച്ച് ആരാണ് അല്ലേ, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ആരൊക്കെയാണെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഫെലിസിറ്റേഷൻ ആരാണ്, എക്സിബിഷൻ മാച്ച് ആരാണ്, വോട്ട് ഓഫ് താങ്ക്സ് അല്ലേ, വൈസ് പ്രിൻസിപ്പൾ അവസാനം താങ്ക്സ് പറയുന്നത്. അതൊക്കെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക. ലാസ്റ്റ് എന്ത് ചെയ്യണം, ആൾ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ആർ കോർഡിയലി ഇൻവൈറ്റഡ് ടു അറ്റൻഡ് ദി ഇനാഗുറൽ ഫംഗ്ഷൻ. എല്ലാവരെയും പാരൻസിനും ടീച്ചറും എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു, ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു അല്ലെ, ആൾ ആർ വെൽക്കം എന്ന് കൊടുത്താലും മതി ഷോർട്ടായിട്ട്. വി ലുക്ക് ഫോർവേഡ് ടു എ ത്രില്ലിംഗ് ടൂർണമെൻറ്റ് അല്ലെ, ഈ ടൂർണമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ത്രില്ലായിട്ട് കാത്തു നിൽക്കുകയാണ്. യുവർ സ്കൂൾ നെയിം, നിങ്ങളുടെ സ്കൂളിൻ്റെ നെയിം, അല്ലെങ്കിൽ ആരാണ് സെക്രട്ടറി ആരാണോ ഇത് എഴുതുന്നതില്ലേ അവരുടെ പേര് ഇവിടെ എഴുതുക അല്ലെ, നിങ്ങളുടെ സ്കൂളിൻ്റെ നെയിം എന്താണോ അല്ലെ, ചിലത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും ആരാണ് ഈ നോട്ടീസ് ഇറക്കുന്നതിൽ, അത് ഇവിടെ എഴുതുക. അതൊരു ഫോർമാറ്റാണ്.
ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ ആ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആക്ടിവിറ്റി 5 കോൺവെർസേഷൻ, സംഭാഷണം, കോൺവെർസേഷൻ എഴുതാനാണ്. ഇൻ ദി സ്റ്റോറി സാൾട്ട് ഇൻ ഹിസ് ഷൂസ് മൈക്കിൾ ലോസ് ദി ഗെയിം ആൻഡ് ബിക്കെയിം സാഡ്. നമ്മുടെ സാൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്നുള്ള സ്റ്റോറി, നമ്മുടെ പാഠഭാഗത്തിലുള്ള സ്റ്റോറിയിൽ മൈക്കിൾ എന്താണ് ഗെയിമിൽ തോറ്റുമല്ലേ, ലോസ്റ്റ് ആകുന്നുണ്ട്. എന്നിട്ട് സാഡ് ആയിട്ടിരിക്കുന്നുണ്ട്, ബിക്കെയിം സാഡ്. ഹി സാറ്റ് സൈലന്റ് അറ്റ് ഹിസ് ഹോം അല്ലേ, അവൻ്റെ ഹോമിൽ എന്താണ്, വീട്ടിൽ സൈലന്റ് ആയിട്ടില്ലേ, ശാന്തനായിട്ട് ഇരിക്കുകയാണ്. മൈക്കിൾസ് മദർ കെയിം ആൻഡ് ടോക്ക് ടു ഹിം. മൈക്കിളിൻ്റെ അമ്മ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനോട് സംസാരിക്കുകയാണ്, ടോക്ക് ചെയ്യുകയാണ്. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ മൈക്കിൾ ആൻഡ് ഹിസ് മദർ അപ്പോൾ മൈക്കിളും അവൻ്റെ അമ്മയും തമ്മിൽ ബിറ്റ്വീൻ ആയിട്ടില്ലേ, ഇടയിൽ നടന്ന കോൺവെർസേഷൻ, സംഭാഷണം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. മദർ എന്താണ് ചോദിക്കുന്നത്, മൈക്കിൾ യു ലുക്ക് സാഡ്, വാട്ട് ഹാപ്പൻ ടു യു സാഡായി നിൽക്കുമ്പോൾ എന്താ ചോദിക്കുക, എന്ത് പറ്റിയെന്ന് ചോദിക്കും മൈക്കിൾ യു ലുക്ക് സാഡ് നിന്നെ കാണാൻ എന്താണ് സാഡ് ആയിട്ടുണ്ട്, വാട്ട് ഹാപ്പൻ ടു യു നിനക്ക് എന്ത് പറ്റി. അപ്പോൾ മൈക്കിൾ എന്ത് പറയണം, ഞാനിന്ന് മാച്ചിൽ തോറ്റൂലേ, ലോസ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. എന്നിട്ട് എന്തൊക്കെയാണ് ആ കഥയിൽ നടന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഈ കോൺവെർസേഷനിൽ ഉൾപ്പെടുത്തണം. മദർ മൈക്കിൾ യു ലുക്ക് സാഡ്, വാട്ട് ഹാപ്പൻ ടു യു എന്ന് നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മൈക്കിൾ എന്ത് പറയണം, ഐ ലോസ് ദി ഗെയിം ഞാൻ എന്താണ് ആ ഗെയിമിൽ തോറ്റൂല്ലേ, ലോസ്റ്റ് ആയി. മോമിനോട് പറയണം, ഐ വിൽ നെവർ ബി ആസ് ഗുഡ് ആസ് ദി അതർ പ്ലേയേഴ്സ്, ഞാൻ ഒരിക്കലും എന്താണ് ബാക്കിയുള്ള പ്ലേയേഴ്സിനെ പോലെ ഗുഡ് അല്ല അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് പറയുന്നതാണ് മൈക്കിളിൻ്റെ ഉത്തരം ഉണ്ടാവുക അപ്പം അമ്മ എന്ത് പറയണം അവനെ ആശ്വസിപ്പിക്കണം മദർ എന്ത് പറഞ്ഞു, ഓ സ്വീറ്റി ലോസിങ് ഈസ് എ പാർട്ട് ഓഫ് ദി ഗെയിം തോൽക്കുക എന്നുള്ളത് ആ കളിയുടെ ഒരു ഭാഗമാണല്ലേ, ഗെയിമിൻ്റെ ഒരു പാർട്ടാണല്ലേ, ലോസിങ് ഈസ് എ പാർട്ട് ഓഫ് ദി ഗെയിം. വാട്ട്സ് ഇമ്പോർട്ടൻറ്റ് ഈസ് ദാറ്റ് യു ട്രൈഡ് യുവർ ബെസ്റ്റ് എന്താണ് ഇമ്പോർട്ടൻറ്റ്, നീ നിൻ്റെ പരമാവധി ട്രൈ ചെയ്തു അതിൽ പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ലോസിങ് എന്ന് പറയുന്നത് കളിയുടെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞ് അമ്മ ആശ്വസിപ്പിക്കുന്ന തരത്തിലാണ് ഉത്തരം കൊടുക്കേണ്ടത് അപ്പോൾ മൈക്കിൾ എന്ത് പറയും, ബട്ട് ഐ ഡിഡ് നോട്ട് ട്രൈ ഹാർഡ് ഇനഫ്, ഐ മെയ്ഡ് മിസ്റ്റേക്ക് ആൻഡ് ലെറ്റ് മൈ ടീം ഡൗൺ ഞാൻ നല്ലോണം ഹാർഡ് വർക്കൊന്നും ചെയ്തിട്ടില്ല, ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തിട്ട് എൻ്റെ ടീമിനെ ഡൗൺ ആക്കിയില്ലേ, എൻ്റെ ടീമിനെ ഞാനാണ് തോൽപ്പിച്ചതെന്ന് പറയുകയാണ് മൈക്കിൾ. അപ്പോൾ മദർ എന്ത് പറയും, മൈക്കിൾ യുവർ ഫാദർ യൂസ്ഡ് ടു പുട്ട് സാൾട്ട് ഇൻ ഹിസ് ഷൂസ് വെൻ ഹി വാസ് എ യങ് പ്ലെയർ നിൻ്റെ അച്ഛൻ ഒരു യങ് പ്ലെയർ ആയിരിക്കുമ്പോൾ ഉപ്പ് ഷൂസിലിടുമായിരുന്നു. ഹി സെഡ് ഇറ്റ് ഹെൽപ്ഡ് ഹിം റിമെമ്പർ ടു ആൾവേസ് വർക്ക് ഹാർഡർ ആൻഡ് സ്ട്രൈ ടു ബി ബെറ്റർ അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, അദ്ദേഹത്തെ അത് ഹെൽപ്പ് ചെയ്തിരുന്നു, നല്ല ഹാർഡ് വർക്ക് ചെയ്യാനും അതുപോലെ വിജയിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇത് സംഭവം എന്താണ് അങ്ങനെയല്ല മൈക്കിളിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് പറയുകയാണല്ലേ, അവനെന്താണ് ഹൈറ്റ് ഇല്ലാത്ത പ്രശ്നമാണ് അവൻ പറയുന്നതില്ലേ, നീളമില്ലാഞ്ഞിട്ടാണ് തോൽക്കുന്നതില്ലേ, അപ്പോൾ നീളം വെക്കാൻ വേണ്ടിയിട്ട് സാൾട്ട് ഇട്ടാൽ മതി, ഉപ്പ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട് തോൽക്കുമ്പോൾ. പിന്നെ വിജയിച്ചതിന് ശേഷമാണ് ഹാർഡ് വർക്കും ഇതൊക്കെയാണ് ബെറ്റർ എന്ന് അവന് മനസ്സിലാവുന്നത് അതിന് മുന്നേ അമ്മ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് സാൾട്ട് ഇട്ടാൽ മതി എന്നാൽ നിൻ്റെ ഹൈറ്റ് കൂടുമെന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ആശ്വാസവാക്കാണ് ഇവിടെ എഴുതേണ്ടത് മൈക്കിൾ അപ്പോൾ റിയലി ഡിഡ് ഇറ്റ് വർക്ക് ഫോർ ഹിം ശരിക്കാണോ അത് വർക്ക് ചെയ്യുമോ എന്ന് മൈക്കിളിന് ആകാംക്ഷയായില്ലേ, അപ്പോൾ എന്താണ് അവൻ്റെ ഒരു സങ്കടം മാറി മദർ എന്ത് പറയും, യെസ് ഇറ്റ് ഡിഡ് ആൻഡ് ഇറ്റ് ക്യാൻ വർക്ക് ഫോർ യു ടു നിനക്കും അത് വർക്ക് ചെയ്യും, ബട്ട് റിമെമ്പർ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് വിന്നിങ് ഓർ ലോസിങ് വിൻ ചെയ്യുന്നത് ലോസ് ചെയ്യുന്നത് മാത്രമല്ല അത് നീ ഓർക്കണം, ഇറ്റ്സ് അബൌട്ട് ഹാവിങ് ഫൺ ആൻഡ് ലേണിംഗ് ഫ്രം യുവർ മിസ്റ്റേക്ക് അതെന്താണ് ഫണ്ണും അതുപോലെ നിൻ്റെ മിസ്റ്റേക്കിൽ നിന്നും നിനക്ക് പഠിക്കാനും ഉള്ളതുമാണ്. മൈക്കിൾ എന്ത് പറയും, ഓക്കെ മോം ഐ വിൽ ട്രൈ അഗെയിൻ ഞാൻ വീണ്ടും ശ്രമിക്കാം ആൻഡ് ഐ വിൽ പുട്ട് സാൾട്ട് ഇൻ മൈ ഷൂസ് ടു എൻ്റെ ഷൂസിലും ഞാൻ സാൾട്ട് ഇടാം അപ്പം അവനെ ആശ്വസിപ്പിക്കുകയാണല്ല, സാൾട്ട് ഇട്ടാൽ ഉയരം വെക്കും എന്നുള്ളതല്ല, അപ്പം അമ്മ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അതൊരു ആശ്വാസമായി അപ്പോൾ അങ്ങനെ സോൾട്ട് ഇടാൻ തുടങ്ങി ഷൂവിൻ്റെ ഇടയിൽ നിന്നിട്ട് ഓരോ ദിവസവും ഹൈറ്റ് നോക്കുന്നതും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇവിടെ നടന്ന ഒരു കോൺവെർസേഷനില്ല അതാണ് എഴുതാൻ പറഞ്ഞത്, അത് എഴുതുക. പിന്നെ അതിന് ശേഷമാണ് അവനത് മനസ്സിലാവുന്നതും സാൾട്ട് ഇട്ടാൽ വലുതാവില്ല എന്നുള്ളതൊക്കെ വീണ്ടും പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കോൺവെർസേഷൻ ചോദിച്ചാൽ ഈ ഒരു കാര്യം എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 6 റീ അറേഞ്ച് ദി സ്റ്റോറി ഈ സ്റ്റോറി റീ അറേഞ്ച് ചെയ്യാനാണ്, അതായത് ഓർഡർ തെറ്റിയിട്ടാണല്ലേ ഓർഡറിലാക്കാൻ റീ അറേഞ്ച് ചെയ്യാനാണ്. ഇതുപോലെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് അറിയണം എന്നാലേ റീ അറേഞ്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ. സം ഈവൻറ്റ്സ് ഓഫ് എ സ്റ്റോറി ആർ ഗിവൺ ബിലോ സ്റ്റോറിയിൽ ചെറിയ ഈവൻറ്റ്സ് തന്നിട്ടുണ്ട്, പിന്നെ ജമ്പിൾഡ് ഓർഡറിലെ തെറ്റായിട്ട് അതായത് ജമ്പിൾഡ് ഓർഡറിൽ അതായത് തെറ്റായിട്ട് തന്നിട്ടുണ്ട്. റീഡ് ദി ഇവൻറ്റ്സ് ആൻഡ് റീ അറേഞ്ച് ദം പ്രോപ്പർലി ഇത് വായിച്ചിട്ട് റീ അറേഞ്ചില്ലേ തിരുത്തി റീ അറേഞ്ച് ഏതൊക്കെ ഫസ്റ്റ് വരും അങ്ങനെ എഴുതണം. ഇതിൽ ഏതാണ് ഫസ്റ്റ് നടന്നത്, ദി കിഡ്സ് ഫെഡ് ദി ആനിമൽസ് ആൻഡ് കളക്റ്റഡ് ഹെയർ ഫോർ കൗസ് ആനിമൽസിനെ ഫീഡ് ചെയ്യുന്നതിന് മുന്നേ അവരവിടെ എത്തണ്ടേ ബിൽ ഇൻവൈറ്റഡ് മെഗ് ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഫാം ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബില്ല് മെഗിനെ ഇൻവൈറ്റ് ചെയ്ത് ക്ഷണിച്ചതാണ് ഫസ്റ്റ് ഇതാണ് ആദ്യം നടന്നത് അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് എഴുതണം. ദെൻ സെക്കൻഡ് വൺ ഏതാണ് നടന്നത്, ഗ്രാൻഡ് ഫാദർ ഗേവ് ദി ജോബ് ടു പീൽ കോൺ ആൻഡ് സോ സീഡ്സ് ഗ്രാൻഡ് ഫാദർ അവർക്ക് ജോലി കൊടുക്കുന്നതില്ലേ പീൽ കോണും സീഡ്സും പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് രണ്ടാമത് നടന്നത്. നെക്സ്റ്റ് മൂന്നാമത് നടന്നത് ഏതാണ്, ദി കിഡ്സ് ഫെഡ് ദി ആനിമൽസ് ആൻഡ് കളക്റ്റഡ് ഹെയർ ഫോർ കൗസ് നെക്സ്റ്റ് ആനിമൽസിനെ ഫെഡ് ചെയ്തതാണ്, കിഡ്സ് ആനിമൽസിനെ ഫെഡ് ചെയ്തു അപ്പോൾ ഓരോന്നും സ്റ്റെപ്പായിട്ട് എഴുതുക. നെക്സ്റ്റ് ഗ്രാൻഡ് ഫാദർ വാൺ ദി കിഡ്സ് നോട്ട് ടു ഡിസ്റ്റർബ് ദി ബീസ് ആ ബീസിനെ തേനീച്ചകളെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് ഗ്രാൻഡ് ഫാദർ വാൺ ചെയ്തതാണ്.
ബിൽ ഡിസ്റ്റർബ്ഡ് ദി ബീസ് ആൻഡ് ദേ ചേസ്ഡ് ദി കിഡ്സ് അല്ലേ. ബിൽ എന്താണ്, അവരെ ഡിസ്റ്റർബ് ചെയ്തു അല്ലേ. എന്നിട്ട് എന്താണ്, ആ കിഡ്സിനെ ആ തേനീച്ചകൾ ചേസ് ചെയ്തു അല്ലേ, പിന്തുടർന്നതാണ് നെക്സ്റ്റിലെ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം, ഗ്രാൻഡ് ഫാദർ അതിന് മുന്നേ ഒരു വാർണിംഗ് കൊടുത്തിരുന്നു. അതിനുശേഷമാണ് അവർ ബീസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതും അവരെന്താണ് ബീസ് കിഡ്സിനെ ചേസ് ചെയ്തിരുന്നു, പിന്തുടർന്ന് അവരുടെ പിന്നാലെ പോകുന്നത്. ലാസ്റ്റാണ് എന്ത്, ദി കിഡ്സ് എസ്കേപ്ഡ് ബൈ ജമ്പിങ് ഇൻ ടു എ സ്ട്രീം ആൻഡ് ഗ്രാൻഡ് ഫാദർ ഹെൽപ്ഡ് ദം. ഇതെന്താണ് ലാസ്റ്റിൽ 6ാമതായിട്ടാണ് അല്ലേ. കിഡ്സ് എങ്ങനെയാണ് ആ സ്ട്രീമിലേക്ക് അരുവിയിലേക്ക് എടുത്ത് ചാടിയിട്ടാണ് അവരെ എസ്കേപ്പ് ചെയ്യുന്നതില്ലേ, ഈ തേനീച്ചകളുടെ അടുത്തുനിന്ന്, ബീസിൻ്റെ അടുത്തുനിന്ന്. എന്നിട്ട് ഗ്രാൻഡ് ഫാദറാണ് അവരെ കയറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അത് ലാസ്റ്റാണ് അല്ലേ. അപ്പോൾ അവർ ഓർഡറിൽ എഴുതുക അല്ലേ. ഫസ്റ്റ് ഇവൻ്റ് ബിൽ ഇൻവൈറ്റഡ് മെക്ക് ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഫാം എന്നുള്ളത് ഫസ്റ്റത്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. ബാക്കിയുള്ളത് നിങ്ങൾ എഴുതിയാൽ മതി. നെക്സ്റ്റ് ലാസ്റ്റത്തെ ആക്ടിവിറ്റി അല്ലേ, എഡിറ്റിംഗ് ആണ്. റീഡ് ദി പാസേജ് ഗിവൺ ബിലോ അല്ലേ, താഴെ തന്നിട്ടുള്ള ഈ പാസേജ് വായിക്കാൻ. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ് അല്ലേ. അതിലെന്താണ് എറേഴ്സ്, തെറ്റുകളുണ്ട്. എഡിറ്റ് ദം അല്ലേ, അത് എഡിറ്റ് ചെയ്യാനാണ്. ധ്യാൻചന്ദ് ഈസ് വൺ ഓഫ് ഇന്ത്യാസ് ഗ്രേറ്റ് ഹോക്കി പ്ലേയേഴ്സ്. ഇന്ത്യാസ് ആണോ, ഇന്ത്യാസ് ആണ്. പക്ഷേ ഇന്ത്യാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഐ കൊടുക്കണം അല്ലേ. ഇന്ത്യാസ് ഗ്രേറ്റ് ഹോക്കി പ്ലെയർ അല്ലേ, ഗ്രേറ്റ് ഹോക്കി പ്ലെയർ ആണ്. അപ്പോൾ ഇന്ത്യ എന്നുള്ളത് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്. ചാന്ദ് ഈസ് മോസ്റ്റ് റിമെമ്പേർഡ് ഫോർ ഹിസ് അച്ചീവ്മെൻറ്റ് ഓൺ ദി ഒളിമ്പിക്സ് അല്ലെ. അച്ചീവ്മെൻറ്റ് ഓൺ ദി ഒളിമ്പിക്സ് ആണ്, അച്ചീവ്മെൻറ്റ് ഇൻ ദി ഒളിമ്പിക്സ് അല്ലേ. ഒളിമ്പിക്സിൽ അച്ചീവ്മെൻറ്റ് ഒളിമ്പിക്സിലാണ് നേടിയതില്ലേ, ഇന്ത്യ ഒളിമ്പിക്സിലെ. ഒളിമ്പിക്സിൽ എന്നുള്ളത് ഇന്ത്യ ഒളിമ്പിക്സ്. ഹി ഹെൽപ്ഡ് ഹെർ ടീം സെക്യൂർ ഗോൾഡ് മെഡൽ ഇൻ എ ഇയർ 1928, 1932 ആൻഡ് 1936 അല്ലേ. ഇവിടെ ഹെർ ആണോ അല്ലേ, ഹി ഹെൽപ്ഡ് അല്ലേ, ഹിസ് ആണല്ലേ, ഇതൊരു ആണാണല്ലേ. അപ്പോൾ ഹെർ അല്ലല്ലോ, ഹെർ ടീമല്ല അല്ലേ, അവൻ്റെ ടീമാണ്, ഹിസ് ടീമാണല്ലേ. ഹി ഹെൽപ്ഡ് ഹിസ് ടീം സെക്യൂർ ഗോൾഡ് മെഡൽസ് ഇൻ എ ഇയർ ആണോ അല്ല അല്ലേ. ഇൻ ദി ഇയേഴ്സ് അല്ലേ, കുറേ ഇയേഴ്സ് വന്നിട്ട് ഇന്ത്യ എന്നാണ് വരിക. ഇൻ ദി ഇയേഴ്സ് 1928 അല്ലേ, ഈ ഇയേഴ്സിലെല്ലാം അല്ലേ. ഇന്നേ ഒരു ഇയർ അല്ലല്ലോ ഉള്ളത്, ഇത്രയും വർഷങ്ങളുണ്ടല്ലേ. ഇൻ ദി ഇയേഴ്സ് എന്നാണ് വേണ്ടത്. ഡ്യൂറിങ് ഹിസ് ടൈം ഇന്ത്യ വാസ് ഡോമിനൻറ്റ് വെരി ഇൻ ഹോക്കി അല്ലേ, ഒരു മാച്ചില്ല അല്ലേ. ഇന്ത്യ വാസ് വെരി ഡോമിനൻറ്റ് ഇൻ ഹോക്കി എന്ന് പറയുമ്പോൾ ഒരു മാച്ചിങ് വന്നു അല്ലേ. വെരി ഡോമിനൻ്റ് ആണ്, ഡോമിനൻറ്റ് വെരി എന്നല്ല. ഇന്ത്യ വാസ് വെരി ഡോമിനൻറ്റ് ഇൻ ഹോക്കി എന്നാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു കറക്റ്റ് ചെയ്യാനുള്ള ഒരു പാസേജും ഷുവറാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ, മനസ്സിലായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി എക്സാം നടക്കാത്തവർക്ക് അല്ലേ, കുറേ സ്കൂളിൽ എക്സാം നടന്നിട്ടില്ല, അവർക്ക് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാത്സിൻ്റെ ക്ലാസ്സുകളുമുണ്ട്. ക്ലാസ് 5 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റും അതുപോലെ ക്ലാസ് 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.